നമസ്കാരം. ഇന്ന് ഞാൻ കുറച്ച് ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ടാണ് വന്നിട്ടുള്ളത്. 900 രൂപ മുതൽ 4000 രൂപയുടെ പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന കുറച്ച് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലൂടൂത്ത് സ്പീക്കറുകളുടെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടുകൊള്ളുക. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് സെബ്രോണിക്സിന്റെ ബീറ്റ 102 എന്ന് പറയുന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ആമസോണിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് 900 റുപ്പീസ് ആണ്. 16 വാട്ട്സിന്റെ ഔട്ട്പുട്ട് ഇതിൽ കിട്ടും. ഡ്യുവൽ പാസീവ് റേഡിയേറ്റേഴ്സ് ഉണ്ട്, ഡ്യുവൽ ഡ്രൈവേഴ്സ് വരുന്നുണ്ട്. 5.2 സെന്റിമീറ്ററിന്റെ ഡ്രൈവേഴ്സ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. RGB ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിൽ ലഭിക്കുന്നതാണ്. ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ USB കണക്ട് ചെയ്യാൻ പറ്റും, മെമ്മറി കാർഡ് ഇടാൻ പറ്റും, ഓക്സ് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഒരു സൈഡിലായിട്ട് വോളിയം കൺട്രോൾ ഉണ്ട്, RGB മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്കിത് പോസ് ചെയ്യാനും നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകാനും ഒക്കെയുള്ള ബട്ടൺ ഈ സൈഡിൽ നൽകിയിട്ടുണ്ട്. കാണാൻ നല്ല ലുക്ക് ഉള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണ്. അപ്പൊ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 16 വാട്ട്സിന്റെ 900 റുപ്പീസിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. അപ്പം ആ ഒരു സെഗ്മെന്റിൽ നോക്കുമ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റി ഇതിൽ കിട്ടുന്നുണ്ട്. വലിയ ലൗഡ്നെസ്സും ഭയങ്കര ബേസും കാര്യങ്ങളും ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് സാമാന്യ ഒരു മീഡിയം ലെവലിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആണിത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ ഏകദേശം 8 മന്ത്സ് ആയിട്ട് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ ഇതിന് കംപ്ലൈന്റുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല ബിൽഡ് ക്വാളിറ്റിയും ഈ ഒരു പ്രൊഡക്റ്റിന് ബ്രാൻഡ് നൽകിയിട്ടുണ്ട്. അടുത്ത പ്രൊഡക്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഹമാര മാൾ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ഇതൊന്ന് പരിചയപ്പെട്ട് വെച്ചു. ഈ ഒരു സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഐറ്റംസ് തുടങ്ങി എന്ത് സാധനവും ഏറ്റവും വിലക്കുറവിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഞാൻ ഈ സ്ക്രീനിൽ തന്നിരിക്കുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ ഈ ഒരു സൈറ്റിൽ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 30 റുപ്പീസിന്റെ ഡിസ്കൗണ്ടോടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഒരു സൈറ്റിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ടിൽ കിട്ടുന്ന കുറെ പ്രൊഡക്റ്റുകളുടെ ലിങ്ക് കൂടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ ലിങ്കിൽ നിന്ന് ഈ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡെലിവറി ചാർജും കാര്യങ്ങളും ഒന്നും വലുതായിട്ടില്ല. നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഡിസ്കൗണ്ട് പ്രൈസിലാണ്, ഓൾറെഡി 61% ഡിസ്കൗണ്ടിലാണ് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് 30 റുപ്പീസ് കൂടെ ഡിസ്കൗണ്ട് കിട്ടും. അടുത്തൊരു പ്രൊഡക്റ്റ് കൂടെ നിങ്ങൾ നോക്കിയ ടർമറിക് പൗഡർ 100 ഗ്രാം 44 റുപ്പീസിന് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂപ്പൺ കോഡ് കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഡിസ്കൗണ്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത പ്രൊഡക്റ്റ് നോക്കിയോ, ഇതും ഈ സൈറ്റിന് നല്ല ഡിസ്കൗണ്ട് പ്രൈസിലാണ് സെയിൽ ആവുന്നത്. 30 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് ഹോട്ട് 30 എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് ചെക്ക്ഔട്ട് ടൈമിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് 30 റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. 51 രൂപയുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഞാൻ കൂപ്പൺ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ടോട്ടൽ പേയബിൾ എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 21 റുപ്പീസ് ആണ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ഡെലിവറി ചാർജ് കൂടെ എടുക്കുന്നില്ല. ഇപ്പൊ ഈ ഒരു ഓഫർ ടൈമിൽ ഈ സൈറ്റിൽ നിന്ന് ഇതേപോലെ എന്ത് സാധനം ഓർഡർ ചെയ്താലും ഏറ്റവും വിലക്കുറവിൽ തന്നെ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു സൈറ്റിന്റെ ലിങ്ക് കുറച്ചധികം ഓഫർ കിട്ടുന്ന പ്രൊഡക്റ്റുകളുടെ ലിങ്ക് കൂടെ കൊടുത്തേക്കാം. കൂപ്പൺ കോഡും ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലഭിക്കുന്നതാണ്. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നതും സെബ്രോണിക്സിന്റെ തന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണ്. സെബ് സൗണ്ട് ഫിയസ്റ്റ് 85 എന്ന് പറയുന്ന മോഡലാണ്. ആമസോണിൽ ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് 1999 രൂപയാണ്. അപ്പൊ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നിങ്ങൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. 20 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് ആണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ വരുന്നത്. ഇത് കാണാനൊക്കെ നല്ല ലുക്ക് ഉള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണ്. കുറച്ച് വലിപ്പം തോന്നുമെങ്കിലും വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഇത് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഇതിനോടൊപ്പം ഒരു സ്ട്രാപ്പ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തോളിലൊക്കെ ഇട്ടുകൊണ്ട് വേണമെന്നുണ്ടെങ്കിലും ഇത് കൊണ്ട് നടന്ന് പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലായിട്ടാണ് ഇതിന്റെ കൺട്രോൾ ബട്ടൺസ് നൽകിയിട്ടുള്ളത്. സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള പ്ലസ് മൈനസ് ബട്ടൺ നൽകിയിട്ടുണ്ട്. പവർ ഓൺ ചെയ്യാനുള്ള ബട്ടൺ, RGB ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണും ഇതിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ RGB ലൈറ്റിംഗ് സെറ്റപ്പ് ഉണ്ട്. ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് RGB ലൈറ്റിംഗ് സെറ്റപ്പ് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് USB കണക്ട് ചെയ്യാനും ഓക്സ് കണക്ട് ചെയ്യാനും Type-C ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 1 ഇയറിന് അടുത്തായിട്ടുണ്ട്. ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വളരെ നല്ലതായിട്ടാണ് തോന്നിയത്. നല്ല സൗണ്ട് ക്വാളിറ്റി ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനുണ്ട്. 20 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ഇത് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഇതിൽ കിട്ടുക. നല്ല ബേസും ട്രബിളും അതേപോലെ തന്നെ ആവശ്യത്തിന് ലൗഡ്നെസ്സും ഒക്കെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലുണ്ട്. വലിയ രീതിയിലുള്ള ഡിസ്ട്രോഷന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തുമില്ല. അപ്പം ഇതൊരു നല്ല ഓപ്ഷനാണ്. 2000 രൂപയുടെ പ്രൈസ് സെഗ്മെന്റിൽ നിങ്ങളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുന്നുണ്ടെങ്കിൽ. ഇതിന്റെ ചാർജിംഗ് ടൈം ബ്രാൻഡ് പറയുന്നത് 3.5 hours ആണ്. പ്ലേബാക്ക് ടൈം 9 hours ആണ് ബ്രാൻഡ് പറയുന്നത്. പക്ഷേ ഒരു 6 to 7 hours അല്ലെങ്കിൽ 8 hours അടുത്തൊക്കെ തന്നെ നമുക്ക് പ്ലേബാക്ക് ടൈം കിട്ടും. നമ്മൾ RGB ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഓഫ് ചെയ്തുകൊണ്ട് ഒരു 50% വോളിയത്തിനാണെന്നുണ്ടെങ്കിൽ 8 hours അതിന് മുകളിലും നമുക്ക് ഇതിൽ പ്ലേബാക്ക് ടൈം ലഭിക്കുന്നതാണ്. ഇതിൽ 7.62 സെന്റിമീറ്ററിന്റെ ഡ്യുവൽ ഡ്രൈവേഴ്സ് വരുന്നതിനോടൊപ്പം തന്നെ പാസീവ് റേഡിയേറ്റേഴ്സും ഈ ഒരു സ്പീക്കറിൽ വരുന്നുണ്ട്. അപ്പം സാമാന്യം നല്ല ബേസ് നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ കിട്ടും. അപ്പം മൾട്ടി കണക്ടിവിറ്റിയും സാമാന്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും ഈ ഒരു സ്പീക്കറിന് ബ്രാൻഡ് നൽകിയിട്ടുണ്ട്. അടുത്തത്
ഗിയർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണ്. റോൾ പ്ലസ് എന്ന് പറയുന്ന മോഡലാണിത്. ഇതിലും പാസീവ് റേഡിയേറ്റേഴ്സും സാമാന്യം നല്ല ബേസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. 7 ഹവേഴ്സിന്റെ പ്ലേ ബാക്ക് ടൈം ഇതിൽ കിട്ടും. ഇത് പല കളർ വേരിയന്റിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ഇതിന്റെ കവറിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പല കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിങ് സപ്പോർട്ടഡ് ആണ്. USB നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും, മെമ്മറി കാർഡ് ഇടാൻ പറ്റും. പിന്നെ ഇതിന്റെ സൈഡിലായിട്ടാണ് വോളിയം അപ്പ് ഡൗൺ ബട്ടൺസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതും നല്ല രസമാണ്. അതിന്റെ ഈ ബട്ടൺസ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട്. പവർ ബട്ടൺ, അതേപോലെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ, RGB ലൈറ്റിന്റെ ബട്ടൺസും കാര്യങ്ങളും എല്ലാം ഇതിന്റെ സൈഡിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇനി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണിത്. നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണ്. അതിനൊപ്പം ഇതിൽ മൾട്ടി കണക്ടിവിറ്റി ഓപ്ഷൻസ് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് നൽകിയിട്ടുള്ളത്. ഇതിനോടൊപ്പം ഒരു സ്ട്രാപ്പ് ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ക്യാരി ചെയ്യാനായിട്ടൊക്കെ യൂസ്ഫുൾ ആവും. ഇതിന്റെ ചാർജിംഗ് ടൈം 3 hours ആണ്. ഒരു 6 to 8 hours ബാറ്ററി ബാക്കപ്പും ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ കിട്ടും. ഇതിന്റെ മുകളിലായിട്ട് RGB ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇതിൽ 10 വാട്ട്സിന്റെ സിംഗിൾ ഡ്രൈവർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വലിയ കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റി ഇതിൽ കിട്ടുന്നുണ്ട്. വലിയ ബേസോ അല്ലെങ്കിൽ ഭയങ്കര ട്രബിളും അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം 10 വാട്ട്സിൽ നിന്ന് കിട്ടുന്ന എന്തായിരിക്കും നമുക്ക് സാമാന്യം അറിയാമല്ലോ. പക്ഷേ കുറച്ച് ക്ലാരിറ്റി ഉള്ള സൗണ്ട് ഇതിൽ കിട്ടും. ഒപ്പം തന്നെ വലിയ ലൗഡ്നെസ്സും പ്രതീക്ഷിക്കരുത്. വലിയ ലൗഡ്നെസ്സും ഞാൻ ഇതിൽ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. പക്ഷേ ഉള്ള ലൗഡ്നെസ്സിൽ നല്ല ക്ലാരിറ്റി ഉള്ള സൗണ്ടാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ നിന്ന് കിട്ടുന്നത്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെബ്രോണിക്സിന്റെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലോഞ്ച് ആണിത്. സെബ് സൗണ്ട് ഫീസ്റ്റ് 250 എന്ന് പറയുന്ന മോഡലാണ്. ഇതൊരു 40 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് തരുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണ്. പ്രസന്റ് ടൈമിൽ ആമസോണിൽ ഇതിന്റെ പ്രൈസ് 2699 രൂപയാണ്. നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ട ബ്ലൂടൂത്ത് സ്പീക്കറിനേക്കാളും വാട്ട്സ് കൂടുതലുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണിത്. 40 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് ഇതിൽ കിട്ടും. 6 ഹവേഴ്സിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ് കമ്പനി ഇതിൽ പറയുന്നത്. ഡ്യുവൽ ഡ്രൈവേഴ്സ് ഇതിൽ നൽകിയിട്ടുണ്ട്. 6.35 സെന്റിമീറ്ററിന്റെ ഡ്യുവൽ ഡ്രൈവർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ബേസ് ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷനും ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ ബ്രാൻഡ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിലും പാസീവ് റേഡിയേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. IPX5 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. മൾട്ടി കണക്ടിവിറ്റി ഓപ്ഷൻ ഉണ്ട്. ബ്ലൂടൂത്ത് 5.3 ആണ് ഇതിൽ ലഭിക്കുക. ഓക്സ് പറ്റും, മെമ്മറി കാർഡ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. വോയിസ് അസിസ്റ്റന്റ് സപ്പോർട്ട് ചെയ്യും. കോൾ ഫംഗ്ഷൻ ഒക്കെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ വരുന്നുണ്ട്. ഇനി ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലുക്കുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണിത്. ഇതിന്റെ സൈഡിലായിട്ട് ഒരു സ്ട്രാപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഹാങ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരു സൈഡിലായിട്ട് നമുക്ക് കൺട്രോൾ ബട്ടൺസ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ ആണിത്. അതിനോടൊപ്പം തന്നെ ഈ സൈഡിലായിട്ട് ഇവിടെ ഓക്സ് കണക്ട് ചെയ്യാനും ടൈപ്പ് സി ചാർജർ കണക്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് റോട്ടറി കൺട്രോൾ നൽകിയിട്ടുണ്ട്. ഈ കാണുന്നത് ഇതിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വോളിയം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ എക്സ്ട്രാ ബാസിന് വേണ്ടി ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബാസ് കൂട്ടാനായിട്ട് സാധിക്കും, ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഈ ഒരു ബട്ടൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബേസ് ബൂസ്റ്റ് ആകുന്നത് നമുക്ക് പാട്ട് കേൾക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും. ആ ഒരു രീതിയിലും കുറച്ച് നല്ല ബേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ വരുന്നുണ്ട്. സാമാന്യം നല്ല ലൗഡ്നെസ്സും ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനുണ്ട്. ഡിസ്ട്രോഷനോ അങ്ങനെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനെ കണക്കാക്കാം. ഇതിന്റെ ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലും RGB ലൈറ്റിംഗ് സെറ്റപ്പുകളും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഫിനിഷിങ്ങും ഇതിൽ നൽകിയിട്ടുണ്ട്. ഇത് നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് തോന്നും. ആ രീതിയിലാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് സെബ്രോണിക്സിന്റെ സൗണ്ട് ഫീസ്റ്റ് 800 എന്ന് പറയുന്ന മോഡലാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 3999 രൂപയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് വളരെ വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ കുറെ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. 55 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് ആണ് ഇതിൽ വരുന്നത്. 9 ഹവേഴ്സിന്റെ ബാറ്ററി ബാക്കപ്പും ബ്രാൻഡ് ഇതിന് പറയുന്നുണ്ട്. ഏകദേശം അതിനടുത്തൊക്കെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടും. പക്ഷെ നമ്മളിപ്പം പരിചയപ്പെട്ട ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഇല്ലാത്ത ഒരു കാര്യം ഈ ബ്ലൂടൂത്ത് സ്പീക്കറിലുണ്ട്. ഇതിൽ വയർലെസ് മൈക്ക് നൽകിയിട്ടുണ്ട്. മനസ്സിലായി? നമ്മളിപ്പോ ഇത്രയും പരിചയപ്പെട്ടതിൽ ഒന്നും തന്നെ മൈക്ക് ഇല്ല. ഇതിൽ നല്ലൊരു മൈക്ക് സപ്പോർട്ടൂടെ വരുന്നുണ്ട്. കാണാനും ഇത് നല്ല ലുക്കുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണ്. ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 8 മന്ത്സിന് അടുത്തായിട്ടുണ്ട്. ഇതുവരെ ഇതിൽ പ്രത്യേകിച്ച് കംപ്ലൈന്റുകളൊന്നും എനിക്ക് നോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. നല്ല സൗണ്ട് ക്വാളിറ്റി ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനുണ്ട്. ഞാൻ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചായിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ മറ്റു മോഡലുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മാറിയെന്നുണ്ടെങ്കിലും ഇത് നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ആയിട്ടാണ് ഇതിന്റെ കയ്യിൽ കിട്ടിയ സമയത്ത് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ പ്രൈസും കുറച്ച് കുറഞ്ഞ് 4000 രൂപയുടെ താഴെ നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന്റെ ബിൽഡ്
ക്വാളിറ്റിയും നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ബ്രാൻഡ് നൽകിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോൾസ് എല്ലാം ഇതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബാസ് ബൂസ്റ്റ് ചെയ്യാനും പവർ ഓൺ ചെയ്യാനും അതേപോലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ കണക്ടിവിറ്റി ഓപ്ഷൻസും ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. USB കണക്ട് ചെയ്യാം, ഓക്സ് കണക്ട് ചെയ്യാം, അതേപോലെ തന്നെ മെമ്മറി കാർഡ് ഇടാം, ചാർജിങ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസും ഇതിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ പ്രൊഡക്റ്റിൽ പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും തന്നെ നൽകിയിട്ടില്ല. പിന്നെ കുറെ ഡിസൈൻ ഒക്കെയാണ് ഇതിന്റെ സൈഡിലായിട്ട് നൽകിയിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ നോട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഈ കാണുന്ന ഇതിന്റെ ലെഗ്സ്, 4 ലെഗ്സ് ഇതിന് നൽകിയിട്ടുണ്ട്. അപ്പൊ അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ലുക്ക് ഉണ്ട് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. നമ്മൾ ആദ്യം പരിചയപ്പെട്ട ബ്ലൂടൂത്ത് സ്പീക്കറിനെക്കാളും കുറച്ച് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. ഞാനിത് കുറച്ച് ആദ്യ സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പീക്കറാണ്. ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സാമാന്യം നല്ല ബേസും ട്രബിളും അതേപോലെ ലൗഡ്നെസ്സും ഒക്കെ കിട്ടുന്ന ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതിന്റെ ചാർജിംഗ് ടൈം ഏകദേശം 3 to 4 hours ആണ്. 9 hours ബാക്കപ്പ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാനും അതേപോലെ നമുക്ക് കുറച്ചധികം സമയം ഇത് യൂസ് ചെയ്യാനും സാധിക്കും. ഇതിനോടൊപ്പം ലഭിക്കുന്ന മൈക്കും നല്ല ക്വാളിറ്റിയുള്ള മൈക്കാണ്. മൈക്കിൽ നമുക്ക് ഇൻബിൽഡ് ബാറ്ററി ലഭിക്കുന്നില്ല, അതായത് ഇത് റീചാർജബിൾ അല്ല, നമ്മൾ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ ഈ മൈക്കിന്റെ ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ല. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇവർ ഈ ഒരു മൈക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് വലിയ ക്വാളിറ്റി ഉള്ള ഒരു മൈക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് സാമാന്യം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ കണക്ടിവിറ്റി ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മൈക്കാണിത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 1, 2 അല്ല 5 ബ്ലൂടൂത്ത് സ്പീക്കറുകൾ പരിചയപ്പെട്ടു. 900 രൂപ മുതൽ 4000 രൂപയുടെ പ്രൈസ് സെഗ്മെന്റിൽ നിങ്ങളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും സെലക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതെല്ലാം തന്നെ ഞാൻ കുറഞ്ഞത് ഒരു 6 മാസത്തിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇതുവരെ കംപ്ലൈന്റുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല സാമാന്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഈ ഒരു പ്രൊഡക്റ്റ്സിലൊക്കെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രൊഡക്റ്റുകൾ മാത്രം ഞാൻ സെലക്ട് ചെയ്തത്. ഇനി എൻ്റെ കുറേ ബ്ലൂടൂത്ത് സ്പീക്കറുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയ പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ പ്രൊഡക്റ്റുകളും ബൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ക്രീനിൽ ഞാൻ ടാഗ് ചെയ്യാൻ ശ്രമിക്കാം ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. പിന്നെ നമ്മൾ ഇടയ്ക്ക് പരിചയപ്പെട്ട വെബ്സൈറ്റ് ഉണ്ടല്ലോ, ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് പ്രൊഡക്റ്റുകളൊക്കെ നല്ല വിലക്കുറവിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൂപ്പൺ കോഡും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ കാണുന്ന സമയത്ത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കൂപ്പൺ കോഡിന്റെ ഡിസ്കൗണ്ടോടെ ലഭിക്കുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.